Good morning. Good morning, ma'am. 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 Good morning. മിസ്സേ ടൈം ടേബിൾ അനുസരിച്ചല്ലേ ക്ലാസ്? ടൈം ടേബിൾ, നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടോ? ടൈം ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി ഐഡിയ ഉണ്ട്. അതിനനുസരിച്ചാണ് ഞങ്ങൾ മാക്സിമം കയറുന്നത്. പിന്നെ എന്തെങ്കിലും എമർജൻസി വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്ത് പറ്റി? ഇല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. പേഴ്സണൽ എമർജൻസീസ് വരുമ്പോൾ നമ്മൾ വേറെ ടീച്ചർമാരോടൊന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട് പറയും. അതേ ഉള്ളൂ. ഓക്കെ. ഇന്ന് ഞാനല്ലായിരുന്നോ? വേറെ ആരായിരുന്നു? അപർണ മാമിന്റെ ആയിരുന്നു. ഇന്നോ? അല്ല, നേരത്തെ ഒരു ടൈം ടേബിൾ തന്നായിരുന്നു മാം. അപ്പം പറഞ്ഞ് ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. തിങ്കളാഴ്ച അശ്വതി മാമിന്റെയാണ്, ചൊവ്വാഴ്ച അപർണ മാം, പിന്നെ ബുധനാഴ്ച അശ്വതി മാമിന്റെ ഒരു മാം ഇംഗ്ലീഷ് എടുക്കുന്ന മാമിന്റെ, പിന്നെ വ്യാഴാഴ്ച അശ്വതി മാമ്, വെള്ളിയാഴ്ച സാറിന് ദിശ മാമിന്റെ. ഓക്കെ. നിങ്ങൾക്ക് എന്റെ 2 ക്ലാസ്സസ് ആണ് ഇനി തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ഫ്രൈഡേ ആയിരുന്നു 2 ക്ലാസ് ആക്കി മാറ്റിയിട്ടുണ്ട്. പെർ വീക്ക് 2 ക്ലാസ്സിൽ ഞാൻ വരും. അതാണ് ടൈം ടേബിളിൽ മാറ്റം വന്നത്. ഓക്കെ. ബിക്കോസ് നമ്മുടെ കൂടെ മണിപ്പൂരി കുട്ടികളുണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണ് 2 ക്ലാസ്സസ് ഞാൻ വന്നത്. ലാസ്റ്റ് ക്ലാസ്സില് ഞാൻ മറന്നുപോയി, നിങ്ങളൊന്ന് ഓർപ്പിച്ചാൽ മതിയായിരുന്നു. ലാസ്റ്റ് 20 മിനിറ്റ് നമ്മളൊന്ന് ഇംഗ്ലീഷിൽ ബ്രീഫ് ചെയ്തിട്ട് ആ റെക്കോർഡ് വീഡിയോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ബട്ട് കുഴപ്പമില്ല, ലാസ്റ്റത്തെ ടോപ്പിക് തന്നെയാണ് അവർക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവർക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് ഉണ്ടല്ലോ എടുത്തു കൊടുത്തത്. അതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷെ ഇന്നൊന്ന് ഓർപ്പിക്കണേ, ഞാൻ മറന്നുപോകും ചിലപ്പോ. ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ 13 ആണല്ലോ. നിങ്ങൾ 13 അല്ലേ ബാച്ച്? MT 13 അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് അവർ പ്രേയർ. ഹു ഈസ് റെഡി ടു ഡു പ്രേയർ? ഞാനാണ് മാം. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രിമീട്ടി ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി. താങ്ക് യു മാം. ഓക്കെ, ഇനി എന്താ ഉള്ളത്? Sign in. Good morning, everyone. This is Ashwati Dev, and I welcome you all to your class. We can start our class with joy and excitement to learn. Today's class is conducted by Miss Jisha ma'am. Welcome, Jisha ma'am. Welcome to your beautiful class. ഓക്കെ, ബ്യൂട്ടിഫുൾ ക്ലാസ്. യെസ്, മറിയ മോണ്ടിസോറിക്കും അങ്ങനെയായിരുന്നു. ക്ലാസ് റൂം എന്ന് അവർ പറയാറില്ല, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഒരു ബ്യൂട്ടിഫുൾ ലവിങ് നറിഷിംഗ് പ്ലേസ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് അവിടെ ഡെവലപ്മെന്റ് പോസിബിൾ ആകുള്ളൂ എന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. അവരുടെ ഒബ്സർവേഷൻസ് എല്ലാം തന്നെ കറക്റ്റ് ആയിരുന്നു. സോ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രൂപ്പ് ഇല്ലേ? പേരുണ്ട് അതിലെ പാർട്ടിസിപ്പൻസ്?
കാരണം നമുക്കിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇപ്പോ റിജു കയറിയിട്ടുണ്ട്, ടെക്നിക്കൽ ടീമിൽ നിന്ന് 2 പേരുണ്ടാകും, ഞാനും. അപ്പൊ ഞങ്ങള് 3 പേര് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കി പാർട്ടിസിപ്പൻസ് ഒരു 26. ശരിക്കും ടോട്ടൽ എത്രയാ സ്ട്രെങ്ത്? നമ്മുടെ 3 മണിപ്പൂരി കുട്ടികളും വേറൊരു മേഡം ഉണ്ട്, മാം മലയാളിയാണ്. ബട്ട് അതിലെ ഒരു മണിപ്പൂരി കുട്ടിയുടെ കൂടെ കേരളത്തിൽ തന്നെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന, അപ്പൊ അവർ 4 പേരുമാണ് ക്ലാസ്സില്. അപ്പോ അവരും കൂടെ ചേരും. അവർക്ക് വേറെ ക്ലാസ് ഉണ്ടല്ലോ, എന്നാൽ അവര് നമ്മുടെ കൂടെ തന്നെയുള്ളതാണല്ലോ. ഇപ്പോ 29 അല്ല 28 ആയി. അവരും കൂടെ ചേരുമ്പോഴേക്കും 28 + 4 32. എത്ര പേര് ശരിക്കും ഗ്രൂപ്പിലുണ്ട്? ഗ്രൂപ്പിൽ ഒരു 53 പേരൊക്കെ ഉണ്ട്. 59 പേരുണ്ട്. അപ്പൊ ലൈവ് ക്ലാസ്സിൽ വരാൻ പറ്റുന്നത് ഏതാണ്ട് ഈ ഒരു നമ്പർ ആണ് അല്ലേ? ഒരു 30 കൂട്ടാം. ചിലപ്പോ 30 വരെ ആകും, 33. ജോലി ഉണ്ടാകും അങ്ങനെ, അതുകൊണ്ടായിരിക്കാം ലൈവ് ക്ലാസ്സിന് വരാത്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമായിരിക്കും ലൈവ് ക്ലാസ്സിന് വരാത്തത്. ഞാൻ പറയാൻ കാരണം, നിങ്ങളിപ്പോ ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്ലീസ് ക്ലാസ്സിൽ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അതങ്ങ് ഓൺ ചെയ്ത് വെച്ചോളൂ, അതങ്ങ് കേട്ടുകൊണ്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട് കേട്ടോ, ജോലിയുള്ളവരൊക്കെ. ഈ പകൽ സമയത്ത് ക്ലാസ് വരുമ്പോ അങ്ങനെ ചെയ്യണം. കാരണം ഇപ്പോ നമുക്ക് 5ാമത്തെ ബാച്ച് മെയിൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുവാണ്. 4ാമത്തെ ബാച്ചിന്റെ വരെ വൈവ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. വൈവയിൽ കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ക്ലാസ്സിൽ വരാതിരിക്കുന്ന, റെക്കോർഡ് ക്ലാസ്സും കാണാത്തവര്, റെക്കോർഡ് ക്ലാസ് കാണുന്നവരെ അല്ല കേട്ടോ, റെക്കോർഡ് ക്ലാസ്സും കാണാതെ എനിക്കൊരു സർട്ടിഫിക്കറ്റ് മാത്രം മതി, എനിക്കൊരു ജോലി വേണം, അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയെടുക്കാൻ പറ്റുന്ന ജോലിയല്ല ഒരു അധ്യാപിക എന്ന് പറയുന്നത്. ക്ലാസ് ടൈം മാറ്റാൻ പറ്റുമോ അത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടില് ജയദേവ് സാറിനെയോ മാമിനെയോ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. എന്തു പറ്റി, ഈ ഒരു ടൈം പറ്റില്ലേ? അങ്ങനെ പറഞ്ഞ് വൈവയ്ക്ക് വന്ന് ഒരു ആക്ടിവിറ്റീസും ചെയ്യാതെ ഒന്നും ചെയ്തിട്ടില്ല, കൊടുത്തിരിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് മാർക്ക് ഇടാനും വിഷമാവും. ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം മാർക്കല്ലേ ഇടാൻ പറ്റുള്ളൂ. 100-ല് 36 മാർക്കാണ് മിനിമം. നിങ്ങളുടെ ലൈഫ് ത്രൂ ഔട്ട് ഈ മാർക്ക് ലിസ്റ്റില് 36 മാർക്കുമായിട്ട് എല്ലാത്തിനും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യമാണ് ഞങ്ങൾക്കും. ഓക്കെ, അപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി, ജോലി കിട്ടും, ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അറ്റൻഡൻസ് കമ്പൽസറി ഒന്നും പറയുന്നില്ല. ബട്ട് ഇത് എനിക്ക് വേണ്ടിയിട്ടാന്നൊരു ഫീല് വന്നാൽ മാത്രമാണ് ക്ലാസ് കേൾക്കാനും റെക്കോർഡ് ക്ലാസ് കേൾക്കാനും ഒക്കെ തയ്യാറാവുള്ളൂ. അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട്, ഇപ്പൊ എല്ലാ ബാച്ചുകാരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അന്നന്ന് ക്ലാസ്സിലുള്ള കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ ദിവസത്തെ റെക്കോർഡ് ക്ലാസ് എങ്കിലും കാണും. അങ്ങനെ പറയാൻ പാടില്ല ഞാൻ, പക്ഷെ പറഞ്ഞു പോവാ വൈവയിലെ പെർഫോമൻസ് കണ്ടിട്ട്. വൈവിക്ക് വന്നപ്പം ക്ലാസ്സിലൊന്നും കയറാറില്ല, മെയിൻ എക്സാം നടന്നതും അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ എക്സാം എഴുതാം, പക്ഷെ വൈവയിലെ പെർഫോമൻസ് വളരെ പൂറായിരുന്നു. പിന്നെ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി, എനിക്ക് PG ഉണ്ട്, ഞാൻ MSc ആണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി, എനിക്ക് എവിടെയെങ്കിലും ടീച്ചറായിട്ട് കയറണം. ഇവിടെ നിങ്ങൾ എവിടെ വേണമെങ്കിലും ടീച്ചറായിട്ട് കഴിയുള്ളൂ, പക്ഷെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ ഒട്ടും യോഗ്യല്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യം ചെയ്യല്ലേ. കാരണം കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്, വളർച്ച തുടങ്ങുന്ന കാലഘട്ടമാണ് 3 വയസ്സ് തുടങ്ങിയിട്ട്. ചെറിയ പ്രായത്തിലും അമ്മയുടെ വോമ്പിലുള്ള സമയത്തൊക്കെ അവർക്ക് വളർച്ച തുടങ്ങുന്നുണ്ട്. പക്ഷെ അവർക്ക് കോൺഷ്യസ് മൈൻഡ്, അവരുടെ മെമ്മറി, ഓർമ്മയുള്ളതായി മാറുന്നത്, എന്തൊക്കെ കിട്ടിയാലും അത് അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നൊരു ടൈമാണ് 3 വയസ്സിന് ശേഷം. അതിനു മുമ്പ് നടക്കുന്നൊക്കെ അവർ മറന്നുപോകും, അവരുടെ ഓർമ്മയിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ആലോചിച്ചാൽ നമുക്കറിയാം, ചെറിയ പ്രായത്തിലെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ല. ബട്ട് അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും, പക്ഷെ നമ്മുടെ ഓർമ്മയിലിരുന്ന നമ്മുടെ എല്ലാ വളർച്ചയും, ലാംഗ്വേജ് ശരിയാകുന്നത്, അങ്ങനെയെല്ലാം നമ്മളുടെ ബോഡിയുടെ കോർഡിനേഷൻ, ഫിസിക്കലായിട്ട് ഡെവലപ്പ്, നമ്മളുടെ ബുദ്ധി, നമ്മുടെ ഇമോഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന പ്രായമാണ് 3 വയസ്സ്. അപ്പൊ ഈ 3 വയസ്സ് പ്രായമുള്ള കുട്ടികളെ എന്ത് വിശ്വസിച്ച് ഈ മെത്തേഡ് അറിയാത്ത ഒരാളുടെ അടുത്ത്
ആരുടെ കയ്യിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, നിങ്ങളെ മെത്തേഡ് എന്താണെന്ന് അറിയൂ. ഇനി ഇത് ഇനിയിപ്പോ എനിക്ക് ക്ലാസ്സസ് ഒന്നും ഫുൾ കാണാനൊന്നും പറ്റുമൊന്നുമില്ല എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുക നമ്മളുടെ ടെക്സ്റ്റ് വളരെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടന്റ് ഉള്ള ഒരു ടെക്സ്റ്റ് ആണ്. ഞങ്ങളത് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതുകൂടാതെ മറിയ മോണ്ടിസോറിയുടെ ആത്മകഥാംശമുള്ള ഒരു ബുക്കാണിത്. അവരെഴുതിയൊരു ബുക്കാണ്. അവരെഴുതിയെന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് അവർ ഡിസൈൻ ചെയ്തതും ഈ മെത്തേഡ് കുഞ്ഞുങ്ങളിൽ അപ്ലൈ ചെയ്തപ്പോ അവർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് എന്താണ് ഈ മറിയ മോണ്ടിസോറി ആരാണ്, മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് ഒട്ടും അറിയാത്ത ഒരാൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ, ഒരു ക്ലാസ് പോലെ കിട്ടുമ്പോൾ അതും ഇതും കൂടെ ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വളരെ നിങ്ങൾക്ക് കാര്യം എന്താന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് 3 വയസ്സിൽ തുടങ്ങിയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ഇങ്ങനെ നോക്കണം എന്ന് മറിയ മോണ്ടിസോറി പറയുന്നതിന് കാരണം എന്താന്ന് അത് എത്തുമ്പോഴേക്കും മനസ്സിലാവും. പിന്നെ ഞാൻ ഇതൊരു 8 years ബാക്ക് ആ സമയത്ത് വാങ്ങിച്ചൊരു ടെക്സ്റ്റ് ആണ്. ഇതിന് അന്ന് ഇപ്പൊ ഇതിനകത്ത് പ്രിന്റഡ് റേറ്റ് കിടക്കുന്നത് 325 രൂപയാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് 300 താഴെ കിട്ടി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോ ഇതൊന്ന് ചിലപ്പോ നിങ്ങൾ ആമസോണിന്റെ അടുത്ത് വിഷ് ലിസ്റ്റ് എടുത്തിട്ടാൽ മതി. എന്നിട്ട് എപ്പോഴെങ്കിലും ഓഫറൊക്കെ വരുമ്പോഴേക്കും പ്രൈസ് കുറയുമല്ലോ. പ്രൈസ് കുറയുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. തുടക്കത്തിൽ തന്നെ വാങ്ങണമെന്നില്ല, കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വാങ്ങിച്ചാലും മതി. ഇത് വാങ്ങാനല്ല കേട്ടോ പറയുന്നേ, ഈ പറയുന്ന പോലെ റെക്കോർഡ് ക്ലാസ് ഇരുന്ന് കേൾക്കാനും നമുക്കൊന്നും ചിലപ്പോ നമ്മള് സ്കിപ്പായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റെഫറൻസ് ആണ് ഈ ബുക്ക്, നമ്മുടെ ടെക്സ്റ്റും. ഓക്കെ, ടെക്സ്റ്റിന്റെ നല്ല പോലെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് ഇതും കൂടി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ലൈബ്രറി പോയിരുന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഈ ബുക്ക് റിവ്യൂ നോക്കിയിട്ട് അത് വർത്ത് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായിരുന്നു പിന്നെ എന്തൊക്കെയൊക്കെയോ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരാമെന്ന് പറഞ്ഞു, ഞാനത് വിട്ടുപോയോ എന്ന് എനിക്കൊരു സംശയം ഇല്ല. എവിടം വരെയായി നമ്മള്? ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് തരാന്ന് പറഞ്ഞിട്ട് തന്നിരുന്നോ അതോ തരാനുണ്ടോ? യെസ് പ്ലീസ്. ലാസ്റ്റ് ക്ലാസ് എവിടം വരെയായിരുന്നു? ഞാൻ മറന്നു. Content of physical fitness. കേട്ടില്ല. Content of physical fitness. യെസ്. അത് കഴിഞ്ഞെന്ന് തോന്നുന്നു മാം. ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കണ്ടന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതെ, നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അതെ. ഓക്കെ, അവർക്കും അത് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പോർഷൻസ്. അതിലെ ഞാൻ പറഞ്ഞ മലയാളി ഒരു ബിന്ദു മാം ഉണ്ട്, മാള പോളിഗ്രേസിൽ വർക്ക് ചെയ്യുന്ന മാം ഒരു യോഗ ട്രെയിനറാണ്. മാം യോഗയൊക്കെ കാണിച്ചു കേട്ടോ, യോഗയുടെ ബേസിക് സ്റ്റെപ്സ് ഒക്കെ കാണിച്ചു. അങ്ങനെ ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ അയാൾക്കും ചെയ്യും. ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലായിരുന്നോ ആ ക്ലാസ്? അവരുടെ കൂടെയുള്ള ക്ലാസ് മാം ക്ലാസ് റൂമിൽ ഇട്ടിരുന്നില്ലേ? കണ്ടായിരുന്നു. ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. റെക്കോർഡ് ക്ലാസ് റൂമിൽ അവൈലബിൾ ആണെന്ന് അറിയില്ല. ഓക്കെ, ഫൈൻ. നിങ്ങളെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പഠിപ്പിച്ചു മാം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മളിപ്പോ കണ്ടന്റ്സ് പറഞ്ഞിരുന്നു അല്ലെ? കണ്ടന്റ്സ്, ഒരു സ്ട്രെങ്ത് എന്താണ്, സ്പീഡ് എന്താണ്, ഫ്ലെക്സിബിലിറ്റി, എൻഡുറൻസ്, നമ്മുടെ സ്റ്റാമിന,
പിന്നെ ഗ്രേസ്ഫുൾനെസ്, ഒരു ഡാൻസേഴ്സിന്റെ ഒക്കെ ഒരു ഗ്രേസ്ഫുൾനെസ്. ഡാൻസേഴ്സ് മാത്രമല്ല, ഈ പാടത്ത് ഞാറ് നടുന്ന ആൾക്കാർ ഒരു പ്രത്യേക താളത്തില് അവർ ചെയ്യുന്ന കാണാറില്ലേ, അതൊക്കെ ഗ്രേസ്ഫുൾനെസ് ആണ്, അജിലിറ്റി, അതാണ് വരുന്നത്. ആ ഒരു ഭംഗിയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ, ചില പണികൾ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ലൊരു രസല്ലേ. ഈ തടിയൊക്കെ കയറ്റുമ്പോഴും അങ്ങനെ ഒരു അവരുടേതായ ഒരു പ്രത്യേക ഒരു ഫോക്ക് സോങ് ഒക്കെ പാടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ കൃഷി ചെയ്യുന്നവരുടെ ചില കൃഷി രീതികൾ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിനൊരു ഗ്രേസ്ഫുൾനെസ് അത് ഫീൽ ചെയ്യുന്നു. അതിന്റെ സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി, പിന്നെ കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോർഡിനേഷൻ എന്ന് പറയുന്നത്, കോർഡിനേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ബോഡിക്ക് ബാലൻസ് കിട്ടുന്നത്. നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടുന്നത് ബോഡിയുടെ കോർഡിനേഷൻ കൊണ്ടാണ്. കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ അവർ പലയിടത്തും വീഴും, പിന്നെ അവർ അവിടെ നിന്ന് എണീറ്റ് നടന്ന് പിന്നെ അതങ്ങ് പെർഫെക്റ്റ് ആവുക. പിന്നെ കാണുന്ന അമ്മയ്ക്ക് കോൺഫിഡന്റാ കുട്ടി ഇനി വീഴില്ലാന്ന്. പക്ഷെ മറ്റുള്ളവർക്ക് തോന്നുന്നു ഇപ്പൊ വീഴുന്നു, പക്ഷെ അമ്മയ്ക്ക് അറിയാം വീഴില്ല. അപ്പൊ അതാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു അച്ഛൻ ഹോറിറ്റീസ് കൂടുതൽ കുട്ടിയായിട്ട് അടുത്തെത്തുന്ന കെയർ ഗിവേഴ്സ് ആര് തന്നെ ആയാലും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ടൈപ്സ് ആണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. സോ വി ഹാവ് 3 ടൈപ്സ്, 3ആയിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. 3ആയിട്ട് കാറ്റഗറി ചെയ്യുന്നത്, ഒന്ന് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഹെൽത്ത് റിലേറ്റഡ് നമുക്ക് നമ്മുടെ ആരോഗ്യവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, നമ്മളൊരു ഫുൾ എഫിഷ്യന്റ് ലൈഫ് നമുക്ക് പറ്റുന്നത്, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ലൈഫ്, അതാണ് മെയിൻ ചെയ്യുന്നത്. പിന്നെ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും അല്ലെ. ചിലർക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാവും, ചിലര് ഡാൻസേഴ്സ് ഉണ്ടാവും, പ്ലെയേഴ്സ് ഉണ്ടാവും, സ്പോർട്സില് അത്ലറ്റിക്സില് സ്വിം ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പല അവരുടെ സ്കിൽ എന്താണോ അത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നെക്സ്റ്റ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഇറ്റ് ബി, നമുക്ക് എന്തെല്ലാം ഉണ്ട്, ഹെൽത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എപ്പോഴും നമ്മളെ ഒന്ന് ഭംഗിയാക്കി വെക്കാൻ നോക്കും അല്ലെ. ദിവസം എത്ര പ്രാവശ്യം മിററിൽ നോക്കും, സെൽഫി എടുക്കും. നമുക്ക് അത് ഞാനൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ട് ഇരിക്കേണ്ട വരും അല്ലെ, ഇരിക്കണം, എനിക്ക് നിർബന്ധമാണ്. കുളിക്കാതെ ഡ്രസ്സ് മാറാതെ ഒക്കെ ഇരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും ഇല്ല. നമ്മളെപ്പോഴും നമുക്ക് ചേരുന്ന മേക്കപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല. അതിപ്പോ ഏത് പ്രൊഫഷനിലാണെങ്കിലും, ടീച്ചർ ആണെങ്കിലും ശരി, ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി, അല്ലാതെ ജോലിക്ക് പോണവരാണെങ്കിലും ശരി, നമ്മളുടെ ലുക്സ് നമുക്ക് ചേരുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, നമുക്ക് ചേരുന്ന രീതിയിൽ കുറച്ചു നേരമൊക്കെ നോക്കൂ, നമുക്ക് ചേരുന്ന രീതിയിലൊക്കെ ഡ്രസ്സ് ചെയ്യുക, അല്പം മേക്കപ്പ് ഇടുക, ലിപ്സ്റ്റിക് ഇടുക, അതൊക്കെ നമുക്ക് ചേരുന്ന ഷെയ്ഡൊക്കെ ഇടുന്നത് അതൊന്നും തെറ്റൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ ഡിഗ്രി എഞ്ചിനീയറിംഗ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം വർക്ക് ചെയ്തത് ഇടുക്കിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തത് കോട്ടയത്തേക്ക് പോണതിന് മുമ്പ് ഞാൻ തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു, ഈരാറ്റുപേട്ടയില്. അപ്പൊ ഈ തീക്കോയിക്ക് പോകുന്ന സമയത്ത് എന്റെ വീട് തിരുവാങ്കുളമാണ്, തൃപ്പൂണിത്തുറയിൽ ഞാൻ അങ്ങോട്ടൊരു സൂര്യ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പാലാ ബസ് ഉണ്ട്. ഈ ബസ്സിൽ കയറി പാലാ ചെന്നിട്ടാണ് ഞാൻ ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്നത്. അങ്ങനെ ആ ബസ്സിൽ രാവിലെ 6 മണിക്ക് വീക്കെൻഡ്സിന് വീട്ടിൽ വന്നിട്ട് രാവിലെ 6 മണിക്ക് ആ ബസ് തൃപ്പൂണിത്തുറയിൽ ഞാൻ ബസ്സിൽ കയറി. ബസ് ഏകദേശം കുറച്ച് ദൂരം അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ കൂടെ എഞ്ചിനീയറിംഗിന് പഠിച്ച ഒരു കുട്ടി കയറി. അപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ട് കാണുമല്ലേ, അപ്പൊ കണ്ടപ്പോ ഒരു സന്തോഷം, ഞങ്ങൾ കുറെയൊക്കെ സംസാരിച്ചു. അപ്പൊ ആ കുട്ടി വർക്ക് ചെയ്യുന്നത് പാലായിലെ ചുണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല കട്ടിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട്, സാരിയൊക്കെ കൊടുത്തേക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ അത് പറയായിരുന്നു, ബാഗില് ലിപ്സ്റ്റിക് ഉണ്ട്, മറ്റേ കോമ്പാക്ട് പൗഡർ ഉണ്ട്, റോസ് ഒരു കളർ വരുന്ന രീതിയിൽ കോമ്പാക്ട് പൗഡർ ഉണ്ട്, ഇതൊക്കെ ബാഗിലുണ്ട്. എന്നിട്ട് ഈ എന്താ പറയാ ബ്രേക്ക് സമയമാകുമ്പോ നേരെ വാഷ്റൂമിൽ കയറും, നമ്മുടെ സാരി ഉടുത്ത് വയറ് കാണുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഈ കോമ്പാക്ട് പൗഡർ ഒക്കെ ഇടുന്നു. കാരണം കുട്ടികളെ കാണുമ്പോഴും അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ എന്നൊരു രീതിയിൽ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര അതിശയായിരുന്നു. നമ്മള് വയറ് കാണാനായിട്ട് എത്രയൊക്കെ പിന്നുപയോഗിച്ചിട്ടാണ് നമ്മള് ക്ലാസ്സിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എന്റെ ക്ലാസ്സിൽ മുഴുവനും 60 പിള്ളേരില്
10 പേരെങ്ങാണ്ട് ഗേൾസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മുഴുവൻ ബോയ്സ്. 17-16 ഇയേഴ്സ് ഉള്ള കുട്ടികളല്ലേ, അവർക്കെല്ലാം ഭയങ്കര കൗതുകമാണല്ലോ, അവർ പലതും പഠിക്കുന്നതും കാണുന്നതും അവരുടെ മുന്നിൽ വരുന്ന ടീച്ചർമാരുടെ നിന്നാണല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ ഭയങ്കര ടെൻഷനിലൊക്കെയാ സാരി കൊടുത്ത് ഇവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് ഒരാള് കോമ്പാക്ട് പൗഡർ ഒക്കെ വയറിലിടുന്ന കഥ എന്നോട് പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര ഇപ്പോഴും ഓർക്കുമ്പോ ചിരി വരും. അപ്പോൾ ആ ഒരു കോസ്മെറ്റിക് സെൻസ്, കോസ്മെറ്റിക് ഫിറ്റ്നസ് നമ്മളെ എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് ആരാ വായിക്കുക? ഫസ്റ്റ് ഞാനിപ്പോ 3 പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് തുടങ്ങി കോസ്മെറ്റിക് ഫിറ്റ്നസ് വരെ. യെസ്. Type of physical fitness. Physical fitness can be categorized into 3. They are health-related physical fitness, skill-related physical fitness, cosmetics fitness. Health-related physical fitness, HRPF. It is the power or capacity to live a full and efficient life that one is capable of being. Skill-related physical fitness, SRPF. This consists of those contents of physical fitness that have a relationship with enhanced performance in sports and motor skills. The elements are commonly defined as speed, agility, and coordination. Ma'am, cosmetic fitness, ആ ഒരു സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞാൽ മതിയോ? Cosmetic fitness, that is CF. The term refers to the capacity to create beautiful physical fitness parameters. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയല്ലോ. ഒന്ന് ഹെൽത്ത് റിലേറ്റഡ്, പിന്നെ ഒന്ന് നമ്മുടെ സ്കില്ല് എന്താണോ അത് റിലേറ്റഡ്. നമ്മുടെ സ്കിൽ എന്ത് തന്നെയാണ്, സ്പോർട്സ് ആണെങ്കിലും ബോഡിയുടെ മൂവ്മെന്റ്സ് വരുന്ന മോട്ടോർ സ്കിൽസ് വരുന്നതാണെങ്കിലും, പിന്നെ ഇപ്പം ടീച്ചർ ആണെങ്കിലും നമ്മൾ ഏതാണോ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വീട്ടിൽ നമ്മൾ എത്ര പേർക്ക് കുക്ക് ചെയ്യണം നമുക്കൊരു ദിവസം, അത് നമ്മുടെ ഒരു സ്കില്ലാണ്. കുക്കിംഗ് ആണെങ്കിൽ തന്നെ അതിലും നമ്മൾ ഫിറ്റ് ആണെങ്കിൽ പറയില്ലേ, നമ്മുടെ ചില ആളുകളെ കുറിച്ച് 10 പേര് വന്നാലും അവർക്ക് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കിക്കോളും അങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളെ കേട്ടിട്ടില്ലേ? അത് കാറ്ററിംഗ് ചെയ്യുന്നവര്, കാറ്ററിംഗ് ചെയ്യുന്നവർക്ക് 100 പേർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കൂടുതൽ ആളുകൾ വരുമ്പോഴായിരിക്കും അവർ കൂടുതൽ സഹായത്തിന് ആളെ വിളിക്കുന്നത്. എന്നാലും മെയിൻ ഷെഫ് അവർ തന്നെയായിരിക്കും. അത് അവരുടെ ഒരു സ്കില്ലാണ് അല്ലെ. ആ ഒരു സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, കോസ്മെറ്റിക് ഫിറ്റ്നസ്, നമ്മൾ എപ്പോഴും നമ്മളുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ക്ലീൻ നീറ്റ് ആക്കി വെക്കുക. അപ്പോ തന്നെ ബ്യൂട്ടിഫുൾ ആവും. നെയിൽസ് ഒക്കെ കറക്റ്റ് ട്രിം കറക്റ്റ് അത് കട്ട് ചെയ്ത്. ഇപ്പം നെയിൽസ് വളർത്തുന്നവരാണെങ്കിൽ കൂടിയും നമ്മൾക്ക് അതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് ചെയ്യണം. അങ്ങനെ ഇത് പറയാൻ കാരണം നമ്മളുടെ കുട്ടികൾ, ഈ കുഞ്ഞു മക്കള് നമ്മളെ നോക്കുക. നമ്മളെ ഈ നെയിൽസ് ഒക്കെ വളർത്തിച്ചെല്ലുമ്പോഴേക്കും അവർക്കും ഒരു ടെൻഡൻസിയാ, ടീച്ചർ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് എന്താ ചെയ്താൽ, ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കെയർ ചെയ്യണം. പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടം നമ്മള് ഫസ്റ്റ് വൺ ഡിഡിന്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, HRPF. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പവർ, നമ്മുടെ ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് ജീവിക്കാനായിട്ട്. ഒരാൾക്ക് അയാളുടെ ക്വാളിറ്റി ഉള്ള ലൈഫ്, അയാളുടെ ജീവിതകാലം മുഴുവനും ഒരു എഫിഷ്യന്റ് ആയിട്ട് വളരെ ക്വാളിറ്റിയുള്ള ഒരു ഗുണനിലവാരമുള്ള നമ്മളുടെ ലൈഫ് സ്പാൻ, നമ്മളുടെ ആയുസ് മുഴുവനും നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നതാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അസുഖങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ലൈഫിന്റെ താളം തന്നെ തെറ്റിപ്പോകൂലേ. പിന്നെ പല റെസ്ട്രിക്ഷൻസ്, ഭക്ഷണം അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പാടില്ല, അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ മെഡിസിൻസ് ഇത്രയും കരുതിയിരിക്കണം, അങ്ങനെയൊക്കെ കുറെ റെസ്ട്രിക്ഷൻസും ലൈഫ് സ്റ്റൈൽ ആകെ മാറും. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അതിന് പുറത്തുനിന്നുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ റെസ്ട്രിക്ഷൻ പല അസുഖങ്ങൾക്കും വരും. ഓക്കെ, അങ്ങനെ വരുന്നതാണ് നമ്മൾ ഈ HRPF-ഉമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളുടെ ക്വാളിറ്റി ലൈഫ് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത്, നല്ല ഫുള്ളായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. മറ്റേത് നമ്മൾ ചെയ്യുന്ന ജോബ് എന്താണോ, നമ്മൾ എന്ത് ചെയ്യുന്നതാണെങ്കിലും, ഇപ്പൊ വീട്ടിൽ മാനേജ് ചെയ്യുന്നതാണെങ്കിൽ കൂടിയും നമ്മൾ എന്താണെങ്കിലും നമ്മളുടെ ആ സ്കില്ല് അത് നല്ല ഫിറ്റ് ആക്കി വെക്കുക. അതാണ് SRPF, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. മറ്റേത് നമ്മളുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബ്യൂട്ടിഫുൾ ആക്കി വയ്ക്കുന്നത്.
നമുക്ക് പേഴ്സണൽ ഹൈജീൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ഇതാക്കി വെക്കുന്നതാകത്തുള്ളൂ. മറ്റേത് കുളിക്കാതെ മേക്കപ്പ് ഒക്കെ ചെയ്തു പോകുന്നത് നമുക്ക് അറിയാം. അവരും കുളിച്ചവരെയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് ആണ് അല്ലെ. നമ്മൾ നല്ലപോലെ നല്ല ഡ്രസ്സ്, ഷാബി ഡ്രസ്സിലൊന്നും പോകാതെ നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളത് യൂസ് ചെയ്യണമെന്നല്ല അതിന്റെ മീനിങ്. നമുക്ക് ചേരുന്ന വൃത്തിയുള്ള വേഷം ധരിച്ചു പോകുന്നത് നമ്മുടെ CFുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസ് ഇപ്പൊ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ പല രീതിയിലുള്ള എക്സസൈസും ബോഡി മൂവ്മെന്റ്സും നമുക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ ഏജ്, ഹെൽത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് ഏർപ്പെടാം. പ്രായമായ ആളുകൾ കൂടുതലും നടക്കുക എന്നുള്ളതായിരിക്കും അവർ ചെയ്യുന്നത്. ചിലപ്പം ഒത്തിരി പ്രായമുള്ള ഒരു വീടിന് പുറത്തേക്ക് പോകാൻ ഉള്ള ബുദ്ധിമുട്ട് കാരണം വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ ടെറസിൽ അല്ലെങ്കിൽ മുറ്റത്തുകൂടെ നടക്കും അല്ലെ. അല്ലാതെ യങ്സ്റ്റേഴ്സ് ഒക്കെ അവര് ജിമ്മിൽ ജോയിൻ ചെയ്ത് ബോഡി ബിൽഡിങ്ങും പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സും ഡയറ്റും ഒക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഡാൻസേഴ്സ്, അതുപോലെ സ്പോർട്സിലുള്ളവര്, അങ്ങനെ ഓരോരുത്തരും അവർക്ക് അവരുടെ ഭക്ഷണങ്ങളൊക്കെ അതിനനുസരിച്ചൊക്കെ അവര് മാറ്റും. ചിലർ ഡയറ്റീഷ്യൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ മുകളിൽ പറഞ്ഞ എല്ലാം HRPF, SRPF, അതുപോലെ തന്നെ CF ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ആക്ടിവിറ്റീസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ആ പോയിന്റ്സ് എല്ലാം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഞാൻ വായിക്കാം. Yes. Activities helpful for developing physical fitness components. The major training for developing physical fitness components are walking. Walking can develop the physical fitness contents like body composition, cardiovascular fitness, etc. Running. Running can develop the physical fitness contents like muscular continuity, agility, speed, etc. Weight training. Weight training can develop the physical fitness contents like muscular continuity, strength, etc. Stretching. Stretching can grow the physical fitness components like body composition, flexibility, etc. Thank you, ma'am. ഓക്കെ, നമുക്ക് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഫോളോ ചെയ്യാം അല്ലെ. ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത്, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാം. വാക്കിംഗ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോ ബെഡ് റിഡൻ, പതുക്കെ ബോഡി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി അങ്ങനത്തെ അവര് ട്രെയിനർ വന്ന് ചെറുതായിട്ട് അവരുടെ കൈ കാലുകളൊക്കെ മൂവ് ചെയ്യിക്കുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ആക്ടിവിറ്റീസ് തുടങ്ങി പതുക്കെ അവരെ നടപ്പിക്കുന്നൊക്കെ നമുക്ക് കാണാം. ഒത്തിരി ബോഡി അങ്ങനെ മീൻസ് ബെഡ് റിഡൻ ആയിട്ടുള്ളവരെ നമുക്ക് ഈ പറയുന്ന ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് കൂടുതലായിട്ട് ബെഡ് സോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാതെ നോക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഹൈജീൻ സിറ്റുവേഷൻസിലാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള കുറെ കൂടെ ലിക്വിഡ് ഫോമിലുള്ള ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ ഇപ്പോ ഒരു നോർമലി ഹെൽത്ത് ഉള്ള ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. വാക്കിംഗ്, ഇത് മാത്രമാണോ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്? ഇത്രയേ ഉള്ളോ? ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളോ? ഇതിൽ ഒരു എക്സ്ട്രാ നോട്ട് ഉണ്ടായിരുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറെ ആയി കാണും. ഈ ആക്ടിവിറ്റീസ് മാത്രമാണോ? നിങ്ങൾ ചെയ്യുന്നതും ഉണ്ടാവുമല്ലോ പലതും. ഏതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം? യോഗ. യെസ്, യോഗ. കേട്ടില്ല. ഫാസ്റ്റിംഗ്. യെസ്, ഫാസ്റ്റിംഗ്. ഓക്കെ, ഫാസ്റ്റിംഗ്. പിന്നെ സ്വിമ്മിങ് ഉണ്ടോ ഇതിനകത്ത്? സ്വിമ്മിങ് ചെയ്യാലോ.
പിന്നെ മറ്റേ സംഭവമില്ലേ, അയ്യോ അതിന്റെ പേര് ഞാൻ പറഞ്ഞു, Skipping. സ്കിപ്പിംഗ്, അത് ചെയ്യാം. പിന്നെന്താ ചെയ്യാൻ പറ്റും? സൂംബ ചെയ്യാം, യെസ്, എറോബിക്സ് ചെയ്യാം. പിന്നെ ഡാൻസ് ഫോംസ് എന്ത് ഇഷ്ടമുള്ളതും പ്രാക്ടീസ് ചെയ്യാം. കേട്ടില്ല? സൈക്ലിംഗ്, യെസ്, സൈക്ലിംഗ്. ചില ആളുകൾ ഗ്രൂപ്പായിട്ട് ട്രെക്കിങ്ങിനൊക്കെ പോകും അല്ലെ, അതൊക്കെ നല്ല ആരോഗ്യം വേണം, കാരണം മലയൊക്കെ കയറുമ്പോൾ അത് ഫിസിക്കൽ ടെസ്റ്റിംഗ്. ഗെയിംസിൽ ഏർപ്പെടാം. ഔട്ട്ഡോർ ഗെയിംസുകളുണ്ട്, ഫുട്ബോൾ, ക്രിക്കറ്റ് അല്ലെ, വോളിബോൾ, അങ്ങനെ. പിന്നെ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട് കുട്ടികളിപ്പോ, അങ്ങനെ കുറെ ചെയ്യാം. ചിലർക്ക് ഭയങ്കര ക്രേസ് ആണ് ഹോഴ്സ് റൈഡിങ്, അങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലെ. പിന്നെ നമ്മൾക്കറിയാം നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് ഹെൽത്ത് ഒരു ഫാക്ടറാണ് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഡയറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഹെൽത്ത് എന്ന് ആണ് നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടാകുന്നത്. നമ്മൾ ശരിയായ ഭക്ഷണ രീതി ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഭയങ്കര മോശമാവും അല്ലെ. ഭക്ഷണം, അതായത് ന്യൂട്രീഷ്യൻസ് കുറഞ്ഞാൽ നമ്മൾ വീക്ക് ആവും, അനീമിക് ആവും, നമുക്ക് പല പല അസുഖങ്ങൾ വരും. നമുക്ക് ഈ പറയുന്ന ഒരു ടാസ്കും ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ സ്ലീപ്പി അങ്ങനെയാകും. അങ്ങനെയുള്ളവർക്ക് ഡൈജഷൻ പ്രോബ്ലം വരും. അങ്ങനെയുള്ളവർക്ക് ഉറക്കക്കുറവുണ്ടാകും അല്ലെ. നമ്മൾ നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് എക്സസൈസ് ചെയ്ത് ഒക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാനും പറ്റുള്ളൂ. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സ്ലീപ്പിംഗ് ടൈം എല്ലാം നമുക്ക് ശരിയാകുള്ളൂ. ശരിക്കും നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്തപ്പോ നമ്മുടെ ബോഡീനെ അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തിരിക്കുന്നത്. ബോഡിയിലെ ഉള്ളിൽ കുറെ കെമിക്കൽസ് ഉണ്ട്, ആസിഡ്സ് ഉണ്ട്. ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവർക്കറിയാം ഓരോ ടൈമിലും എപ്പോഴാ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ആ ടൈമിലെ ഭക്ഷണം അകത്തേക്ക് ചെല്ലാതെ വരുമ്പോ ഇവര് തന്നെ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഈ അസിഡിറ്റി ഒക്കെ വരുന്നത്. അവര് കിടന്ന് അവരുടെ പണി തുടങ്ങും, പക്ഷെ ഫുഡ് അവിടെ എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആകെ അസ്വസ്ഥതകളൊക്കെ വരുന്നത്. മനസ്സിലായോ? നമുക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ആ ഒരു ടൈമില് വരും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ബോഡിയെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന അങ്ങനെയാ. രാവിലെ എത്ര മണിക്ക് ഫുഡ് എത്തും, എത്ര വെള്ളം ശരീരത്തിലേക്ക് വരും, ഉച്ചയ്ക്ക് ഇത്ര മണിയാകുമ്പോഴേക്കും ലഞ്ച് എത്തണം, അങ്ങനെ ഡിന്നർ, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ബോഡിയെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് എത്തണം. അങ്ങനെ എല്ലാ ന്യൂട്രിയൻസും അളവിൽ നമ്മുടെ ബോഡിയിലേക്ക് വരണം. ഇനി അളവിൽ കൂടുതൽ കഴിക്കുമ്പോഴും നമുക്ക് അസ്വസ്ഥതയല്ലേ. അപ്പം നമ്മുടെ ബോഡി കൂടുതൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ബോഡി ടയർഡായി പോകും അല്ലെ. അളവിൽ കൂടുതൽ കഴിച്ചാലും നമുക്കൊരു മന്ദതയാ, നമുക്ക് ആരോഗ്യമല്ല കിട്ടുന്നത്. അപ്പൊ കറക്റ്റ് അളവില് നമ്മുടെ ഏജിനനുസരിച്ചുള്ള ഭക്ഷണം, ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമായിരിക്കും ഫോളോ ചെയ്യുന്നത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഫാറ്റ് ഉള്ളത് കൊടുക്കാം, അതുപോലെ മധുരം, കാർബോഹൈഡ്രേറ്റ്സ്, ഗ്ലൂക്കോസ് കൂടുതലുള്ളതൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മൾ പ്രായമാകും തോറും ഇതിന്റെ അളവ് നമ്മൾ കുറച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം, നമ്മൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് റിലേറ്റഡും ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ്, നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചും പിന്നെന്താ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് മോട്ടർ റിലേറ്റഡും, ഈ ആണ് ശരിക്കും ഫിസിക്കൽ ഫിറ്റ്നസിന്റെ രണ്ടായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് റിലേറ്റഡും മോട്ടർ റിലേറ്റഡും ആണ്. അതിൽ വരുന്നതാണ് ഈ മൂന്ന് നമ്മളിപ്പോ പറഞ്ഞ ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന മൂന്ന് കമ്പണൻസ്: HRPF, SRPF, CF. ഇത് മൂന്നും ഹെൽത്തിനെയും മോട്ടർ റിലേറ്റഡിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആയോ? അതായത് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഫിസിക്കൽ ഫിറ്റ്നസിന് രണ്ട് കമ്പണൻസ് ആണുള്ളത്, ഹെൽത്ത് റിലേറ്റഡും മോട്ടർ റിലേറ്റഡും. മൂന്ന് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് കാറ്റഗറിയും ഹെൽത്തുമായിട്ടും കണക്റ്റഡ് ആണ്, മൂവ്മെന്റുമായിട്ടും കണക്റ്റഡ് ആണ് അല്ലേ. HRPF, നമുക്ക് ബോഡിക്ക് ശരിയായ മൂവ്മെന്റും വേണം, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം, അപ്പോഴേ HRPF വരുള്ളൂ. അതുപോലെ തന്നെ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മോട്ടർ റിലേറ്റഡ് ആണ്, പക്ഷെ ആ മൂവ്മെന്റ് വരണമെങ്കിൽ നല്ല ഭക്ഷണം വേണം. ഹെൽത്തും മൂവ്മെന്റും അവിടെയും കണക്റ്റഡ് ആണ്.
കോസ്മെറ്റിക് ഫിറ്റ്നസ്, ചുമ്മാ മേക്കപ്പിൽ മാത്രമല്ല ഭംഗിയിരിക്കുന്നത്, നമ്മൾ കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ആവശ്യത്തിന് ഉറങ്ങുന്നു, നല്ല നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ മാത്രമാണ് നമ്മൾ നല്ല തിളങ്ങി ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതും ഹെൽത്തും മൂവ്മെന്റുമായിട്ടും റിലേറ്റഡ് ആണ്. 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഹെൽത്ത്. 2 എണ്ണമായിട്ട് കണക്ട് ചെയ്തിരിക്കുക ഫിസിക്കൽ ഫിറ്റ്നസിനെ. ഒന്ന് ഹെൽത്ത് റിലേറ്റഡും മറ്റത് മോട്ടർ റിലേറ്റഡും, മൂവ്മെന്റുമായി റിലേറ്റഡ്. ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇൻടേക്ക് ചെയ്യുന്ന ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പിന്നെ അതിനെ 3 കാറ്റഗറി ആക്കിയിട്ടുണ്ട് ഈ ഫിസിക്കൽ ഫിറ്റ്നസിന്. ഈ ഹെൽത്തും മൂവ്മെന്റും കറക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫിറ്റ്നസ് കിട്ടും എന്നുള്ളത്. HRPFും SRPFും CFും ഇത് നിങ്ങളുടെ PDF ഇല്ലാട്ടോ, ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണേ. പിന്നെ നമ്മൾ പറഞ്ഞു പോയ പല കാര്യങ്ങള്, ഈ നമുക്ക് ഫിറ്റ്നസ്, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് അറിയാനായിട്ട് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം. സ്ട്രെങ്ത്, ജിമ്മിൽ പോണവര് വെയിറ്റ് ട്രെയിനിങ് ചെയ്യില്ലേ, ആദ്യം ഒരു ചെറിയ വെയിറ്റിൽ നിന്ന് തുടങ്ങും, അങ്ങനെയായി അവർ വെയിറ്റ് കൂട്ടി വരും. അതായത് അവരുടെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുവാണ്. ആ വെയിറ്റ് മാറ്റി വരുന്ന സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുവാണ്. ഇപ്പൊ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് 1 കിലോന്റെ ഒരു ചാക്ക് ഈസി ആയിട്ട് പൊക്കാൻ പറ്റുമായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആയി 5 kg ഓക്കെ, നമുക്ക് അത് എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പറ്റും കുറച്ച് ദൂരം. കുറച്ചുകൂടെ ആകുമ്പോഴേക്കും നമുക്ക് 10 kg ഓക്കെ, ബട്ട് ഒരു 5 minutes ഒക്കെ നടക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് കൈമാറും ഒക്കെ ചെയ്യും അല്ലെ. അങ്ങനെ ബാഗ് ക്യാരി ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് വരും. അപ്പൊ ഇത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിസിക്കൽ ഫിറ്റ്നസിനെ മെഷർ ചെയ്യാനുള്ള ഒരു കമ്പണന്റ് ആണ് സ്ട്രെങ്ത്. നമ്മൾ ആ പറഞ്ഞ സ്ട്രെങ്ത്, സ്പീഡ്, സ്റ്റാമിന, എജിലിറ്റി, കോർഡിനേഷൻ, അതൊക്കെ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് ഫിസിക്കൽ കമ്പോണൻസിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങളായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ചില ജിമ്മിലൊക്കെ ആളുകൾ പുഷപ്പ് എടുക്കാറുണ്ട് അല്ലെ. അപ്പം 10 പ്രാവശ്യം 20 പ്രാവശ്യം അങ്ങനെ ചെയ്യും. പിന്നെ സ്വിം ചെയ്യുമ്പോൾ ഇത്ര ദൂരം സ്വിം ചെയ്യുന്നത്, അതെല്ലാം ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്ന് മെഷർ ചെയ്യാനാണ്. ചില കുട്ടികൾ വെള്ളത്തിനടിയിൽ കുറെ സമയം ശ്വാസം അടിക്ക് പിടിച്ച് ഇത്ര എണ്ണെന്ന് കാണാറില്ലേ. അതൊക്കെ അവരുടെ ഒരു കാപ്പബിലിറ്റീനെ മെഷർ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ക്ഷീണം തോന്നുവാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നി, ടയേർഡായി, നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വെള്ളം കുടിക്കുക. ക്ഷീണം മാറാനുള്ള രീതിയിൽ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, നാരങ്ങ വെള്ളമോ കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളത് കുടിക്കുക. അല്ലെങ്കിൽ നല്ല പ്ലെയിൻ ക്ലീൻ വാട്ടർ കുടിക്കുക, ഗ്ലൂക്കോസ് ചേർത്തിട്ട് കുടിക്കുകയോ അങ്ങനെ ചെയ്യാം. ഈ മാരത്തോൺ ഓടുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ, അവർ ഒറ്റ സ്ട്രെച്ചിന് ഫുള്ള് ഓടുന്നവരായിരിക്കില്ല. ഓടി പകുതി എത്തുമ്പോഴേക്കും അവർക്ക് വാട്ടർ സ്പോട്ട് ഒക്കെ ഉണ്ട്, എനർജി ഡ്രിങ്ക് ഒക്കെ കൊടുക്കും. ചിലയിടത്ത് ഇങ്ങനെ ഓറഞ്ച് പ്രൊവൈഡ് ചെയ്യും, തണ്ണിമത്തൻ പ്രൊവൈഡ് ചെയ്യും. മാരത്തോൺ ഒക്കെ നടക്കുമ്പോൾ ചില ബിസ്ക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യും, പിന്നെ വെള്ളം ഉണ്ടാകും, എല്ലായിടത്തും വാട്ടർ സ്പോട്ട് ഒക്കെ കാണും. അപ്പൊ അങ്ങനെ നിന്ന് അവരുടെ ആ ഒരു ക്ഷീണം മാറ്റി വീണ്ടും, അപ്പൊ വൈറ്റമിൻ സി ഒക്കെ ഓറഞ്ച്, നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ കയറുമ്പോഴേക്കും കുറച്ചൊരു എനർജി ആവും. പിന്നെ മുന്നോട്ട് വീണ്ടും ഓടും. വീണ്ടും ചിലപ്പോൾ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഇതുപോലെ വാട്ടർ സ്പോട്ട് ഉണ്ട്. അങ്ങനെയാണ് മാരത്തോൺ ഒക്കെ ചെയ്യുന്നവര് അവരുടെ അത് ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം. നമ്മൾ ടയേർഡാന്ന് തോന്നുമ്പോൾ നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് എന്തെങ്കിലും ആ ക്ഷീണം മാറാനുള്ള ഭയങ്കര കട്ടി ആഹാരങ്ങളല്ല, ഒന്നുകിൽ ലിക്വിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് ആ ഒരു രീതിയിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ ആക്ടിവിറ്റീസ് തുടങ്ങും. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. നമ്മളുടെ ഹെൽത്ത്, വെൽനസ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. വെൽനസിന്റെ ഒരു എക്സ്ട്രാ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നു. വായിച്ചു നോക്കൂ, കുറച്ചധികം ഉണ്ട്, നമുക്ക് മനസ്സിലാകുന്ന അന്ന് ക്ലാസ്സിൽ പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലായത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഇത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. സബ്മിഷൻ ഒന്നുമല്ല, നമ്മൾക്ക് കാര്യം നമുക്ക് മനസ്സിലാകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളുടെ പ്രശ്നങ്ങളായിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ എനിക്ക് ഒരു കാര്യത്തെ കുറിച്ച് പേടിയായിരിക്കും,
അപ്പൊ വേറൊരാൾക്ക് ആ പേടി ഉണ്ടാവില്ല. എന്റെ പേടിയായിരിക്കില്ല റേച്ചൽ എന്നുള്ളത്. അപ്പം എനിക്ക് ചിലപ്പോ ഈവനിങ് സമയത്ത് പുറത്തിറങ്ങാൻ പേടിയായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് ഈവനിങ് വാക്ക് പുറത്ത് നടക്കാൻ പോകാൻ ഇഷ്ടമായിരിക്കും. എനിക്ക് ട്രെയിൻ പേടിയാ, ചിലർക്ക് ട്രെയിൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ മൊത്തത്തിൽ പാനിക് ആവും. അതൊക്കെ ഓരോരുത്തർക്കും ഓരോരോ പേടിയുണ്ട് അല്ലെ. അപ്പൊ ആ പേടികളെ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യണം. പിന്നെ അതല്ല, ഈ വെൽനെസിന്റെ നമ്മൾ പല പല ഡയമെൻഷൻസ് വന്നപ്പോ നമുക്കറിയില്ല നമ്മുടെ മുന്നിലൂടെ പോകുന്ന ആള് ഏതില് വീക്ക് ആണെന്ന് അറിയില്ല. ഇപ്പൊ ഫിനാൻഷ്യൽ വെൽനെസ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും അയാൾ നേരിടും, അയാൾക്ക് ഉറക്കം ഉണ്ടാവില്ല. നമ്മൾക്ക് പക്ഷെ അറിയാതെ ഇയാൾക്ക് എപ്പോഴും പ്രശ്നം, നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. പിന്നെ ഇമോഷണൽ വെൽനെസ്, ചിലപ്പോൾ ചില കാര്യങ്ങൾ സങ്കടം സഹിക്കാൻ പറ്റാതെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ സെയിം ഒരു അവസ്ഥ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് മാനേജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്ന് കരുതിയിട്ട് ആ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മാനേജ് ഇരുട്ട് പേടിയാണ്. എന്റെ ഹസ്ബൻഡിന് നിലാവ് പേടിയാണ്. എനിക്ക് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര അതിശയം തോന്നി. നിലാവൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂഡാണല്ലോ. അപ്പം ചെറുപ്പം തുടങ്ങിയുള്ള പേടിയാണ്. ഇപ്പോഴാണ് മനസ്സിലായത് എന്താന്ന്, എനിക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, ഈ നിലാവ് സമയത്താണ് നിഴല് കൂടുതലായിട്ട് കാണുന്നത് അല്ലെ. ചെടികളുടെ നിഴലും നമ്മുടെ ആണെങ്കിലും ബിൽഡിങ്ങിന്റെ നിഴലും കൂടുതലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന നിലാവ് സമയത്താണ്. അതായിരിക്കാം ആളുടെ പേടി. ഞാൻ പിന്നെ കൂടുതൽ അതിനെപ്പറ്റി ഇതാക്കിയൊന്നുമില്ല. അപ്പൊ നിലാവ് പേടിയെന്ന് ആദ്യം കേട്ടപ്പോ എനിക്കൊരു അതിശയായിരുന്നു. കാരണം നിലാവ് ഇഷ്ടപ്പെടുന്ന ആളോ, നിലാവിനെ കുറിച്ച് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നിലാവ് എന്താ ഇങ്ങനെ പേടി ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അതാണ്, ഓരോരുത്തർക്കും ഓരോ പേടിയാണ്, നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു വിഷമം വന്നപ്പോ ഞാൻ മാനേജ് ചെയ്തു എന്ന് കരുതിയിട്ട് വേറൊരാൾക്ക് ആ വിഷമം വരുമ്പോ മാനേജ് ചെയ്യണമെന്നില്ലല്ലോ. കാരണം അത് അയാൾക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടാവുമായിരിക്കും, അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കും. അയാളുടെ മുന്നിൽ ചെയ്ത് എനിക്ക് പറ്റാമെങ്കിൽ നിനക്ക് പറ്റിക്കൂടെ എന്നുള്ള നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വെൽനെസിന്റെ ഓരോ ഡയമെൻഷനും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓരോ ആളുകളും കടന്നു പോകുന്ന. കൾച്ചറൽ വെൽനെസ് ഉണ്ടായിരുന്നു, നമുക്ക് ക്ലൈമറ്റ് വെൽനെസ് ഉണ്ടായിരുന്നു, അങ്ങനെ പല 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 രീതിയിലും വെൽനെസ് വന്നു. അപ്പൊ ഇത് ഓരോ ആളുകളിലും പല രീതിയിലാണ്. ആളുകൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതിന്റെ ലെവലും പലതായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് ഇനി നെക്സ്റ്റ് ലെസൺസ് വരുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവണം. കാരണം മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക്, 6th ചാപ്റ്റർ. അതിലാണ് നമ്മൾ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ശരീരത്തിന്റെ ആരോഗ്യം അത് നമ്മളുടെ കുറെ കൂടുതലും നമ്മളുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുക, നമ്മൾ നല്ല രീതിയിൽ ഫിറ്റ്നസ് എടുക്കുക, എന്നാൽ മാത്രമാണ് അത് ശരിയായി വരുള്ളൂ. പക്ഷെ മനസ്സിന്റെ ആരോഗ്യം പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്. ഒരാൾ ഡൗൺ ആവാൻ പെട്ടെന്നാവും. അത് നമ്മള് ദിവസവും കണ്ട് സംസാരിക്കുന്ന ഒരാൾ, നമ്മൾ ചിരിക്കും. നമ്മൾ ഒരു ദിവസം നമ്മുടെ ഓപ്പോസിറ്റ് വന്നപ്പോൾ നമ്മൾ വേറെന്തോ ചിന്തയിലായിരുന്നു, നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അതുവരെ ഡൗൺ ആക്കും ചില ആളുകളെ. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് സെക്കൻഡ് ലെസൺ ആയിട്ട് എടുത്തോ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. No, ma'am. എടുത്തിട്ടില്ല അല്ലെ? ഇല്ല മാം. ഞാൻ തന്നെയാ എടുക്കണ്ടേ. വേറെ ഫസ്റ്റ് പാർട്ട് 1 വേറെ ഏതൊക്കെ ലെസൺസ് എടുത്തു? യെസ്, 1, 4, 5, 7, 8. 3. തീർത്തിട്ടില്ല ചിലപ്പോൾ. സെക്കൻഡ് ലെസൺ നമ്മളുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതാണ് അടുത്തത്. ഫസ്റ്റ് യൂണിറ്റ്. യെസ്, എന്തോ കേട്ടില്ല, ബ്രേക്ക് ആയിപ്പോയി വോയിസ്. ഞാൻ മാം ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവോ? ഉണ്ടാവും, ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എപ്പോ വേണമെങ്കിലും കയറി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് ഇടുന്നത്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു, അയ്യോ ഇനി ഞാൻ ചെയ്യണ്ട, അങ്ങനെ വിചാരിക്കണ്ട. മോക്ക് ടെസ്റ്റ് എപ്പോ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ഫൈനൽ എക്സാം വരെയും അതവിടെ കിടക്കണ്ടാവും, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ 1 ടൈം നമ്മൾ ചെയ്തപ്പോഴേക്കും തെറ്റിപ്പോയി, നമ്മൾ ലെസൺ ഒന്നുകൂടെയൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ചെയ്തു നോക്കണം. അല്ലാണ്ട് കറക്കി കുത്തല്ല വേണ്ടത്. അത് മിസ്റ്റേക്ക് ആയിപ്പോയി, അപ്പൊ എന്തുകൊണ്ടാണ്, അപ്പൊ ആ പോർഷൻ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുക.
അങ്ങനെ സ്കോർ ഫുൾ കിട്ടുന്നവരെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ലെസൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നമ്മൾ ഫസ്റ്റ് ലെസണിൽ നമ്മളുടെ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് ഈ 3 കാര്യങ്ങളും പറഞ്ഞു പോയി. കഴിയുമ്പോൾ ബ്രീഫായിട്ടൊരു പറയുന്നു പറഞ്ഞിരുന്നു. ബ്രീഫായിട്ട് ഇംഗ്ലീഷിൽ പറയണം. താങ്ക് യു. ഇനി നമുക്ക് 10 minutes കൂടെ ഉള്ളൂ അല്ലേ? ഓക്കെ, പ്ലീസ് ആരാ റെഡി ആയിട്ടുള്ളത്? നിങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ ടീം ഇവിടെ കാണാത്ത കുറെ ആളുകൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ. റെഡി ആരെങ്കിലും ഉണ്ടോ റെഡി ആയിട്ട്? ഉണ്ടെങ്കിൽ പ്ലീസ്. ഞാൻ തന്നെ പറയുമ്പോ എന്നെ തന്നെയല്ലേ അവർ കാണുന്നത് ആഴ്ചയിൽ ഒരു ദിവസം. ഞാൻ പറയുന്നതിനേക്കാളും they will be happy നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. ആരുമില്ല? ഞാൻ പറയാമോ? യെസ്, അസീന. അസീന. ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. Physical fitness, 3 types. First one, health related physical fitness, skill related physical fitness, then cosmetic fitness. First one, health related physical fitness encompasses several components that contribute to overall health and well-being. These components include cardiovascular endurances, muscular strength, muscular endurance, flexibility, body composition. Then skill related physical fitness. Skill related physical fitness refers to the abilities that are specific to performance in sports and other physical activities. These components include speed, agility, balance, coordination, power, reaction time. Then cosmetic fitness. Cosmetic fitness refers to physical appearance related aspects of fitness such as muscle tone and body shape and proportions, weight management, skin health, hair and nail health. Cosmetic fitness through resistance training and weightlifting, cardio exercise, nutrition and diet planning, supplements and skincare routines. Training for developing physical fitness components are cardiovascular endurance, running, swimming, cycling, high intensity interval training, aerobics, muscular strength, weightlifting, resistance, band training, body weight exercise, strength training machines, muscular endurance, high repetition exercise, circuit training, body weight exercise, endurance based weightlifting, flexibility, static stretching, dynamic stretching, yoga, speed, sprint intervals, agility drills, speed training with resistance bands, agility ladder drills, cone drills, shuttle runs, reaction training. Okay, ma'am. Thank you. Okay. So let me. So thank you so much, and this is our group's part of like group support to all of you. I mean, for ourselves and for yourself also. So we can say that we went through health, physical fitness, and wellness. When these 3 occur simultaneously, then only a person could have a quality of life or efficient life. He could do every activities what he is supposed to do in a full manner. Okay, so health means as per WHO, World Health Organization, health, it is a balance of mental, physical and social health. If we draw a triangle, these 3 conditions should be on that triangle, that is mental health, physical health and social health. Then physical fitness can be
related with two categories, that is health related and motor related. Motor related means what movement we are doing, that is related with this motor related movement of our body. So physical fitness can be categorized into three, that is HRPF, that is health related physical fitness, SRPF, skill related physical fitness, and third one, that is the last category, cosmetic fitness, CF. These three are entirely connected with that two types of physical fitness, that is health related and movement related, that is motor related. If we say that we have quality life, then that means it is entirely related with the food habits we are following and the movement of our body that we are using for doing any physical fitness, any exercises, whatever it be, that should be appropriate with our age and health. The food we follow should be appropriate with our age and health, and the movement and the physical fitness activities we are following, that also should be related with our health and age. Okay, so next one is skill related. Skill. People have different types of skills. Some people are they are doing their office work, some are managing home, some people are doing outdoor work like labor work. Whatever activities they are doing, whatever skill they are having, some people are dancers, some are very good in sports, some are good in athletics. Whatever skill they are having, if they can fulfill their skill, if they can do more in their skill related activity, then that is entirely connected with skill related physical fitness. Okay, this also connected with health and motor related activities. Okay, then cosmetic fitness. Everybody wish to look and look beautiful. Okay, we always think about our outer parameters, that is our physical parameters. So for that, one should be very hygiene. They have to be very hygiene, and they can use makeups according to their looks and age. So to make us more beautiful, we can follow different health tips and techniques also. We can follow beauty tips. Okay, if it is more connected with natural tips, then it will be more good for us. Okay, so cosmetic fitness means if one should looks beautiful, that entirely depend on his healthy habits and hygiene. Okay, so for achieving or developing our physical fitness competence, we can follow many types of activities like walking, running, weight training, stretching, swimming, etc. Okay, fine. So I think this will help them. നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ? സിമ്പിൾ ആയിട്ടല്ലേ ഞാൻ പറഞ്ഞത്? മനസ്സിലാകാതെ ഉണ്ടോ ഞാൻ പറഞ്ഞതില്? ഓക്കെ അല്ലേ? നമുക്ക് ട്രൈ ചെയ്യാം ഓരോ ദിവസം ഓരോരുത്തരെ. ആഡ് ചെയ്യേണ്ടത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സൈൻ ഔട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മിസ് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ടോപ്പിക് മിസ് ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല. അസൈൻമെന്റ് ഇതായിരുന്നോ? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, അതിന്റെ ഒരു പിക്ചർ കളക്ട് ചെയ്യാൻ, അതായിരുന്നോ? അതല്ല, 10 പേരോട് ചോദിക്കുക എന്താണ് ഹെൽത്ത്. ഇത് ഞാൻ തന്നിരുന്നോ? ഈ പിക്ചർ കളക്ട് ചെയ്യാൻ തന്നിരുന്നോ? ഇല്ല, അത് തന്നില്ലായിരുന്നു. ഓക്കെ, നമ്മളുടെ യൂണിറ്റ് 1ന്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടു അല്ലെ? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്. ഇത് റിലേറ്റഡ് പിക്ചേഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതും അസൈൻമെന്റ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഓൺ പിക്ചേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ള പിക്ചേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിക്കാം. ഹെൽത്തിന് നമുക്ക് എന്തൊക്കെ പിക്ചേഴ്സ് കൊടുക്കാൻ പറ്റും?
that we are having healthy food. ഭക്ഷണം നല്ല ഹെൽത്തി ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്ന ഇത് കൊടുക്കാം. രണ്ടു നേരം കുളിക്കുന്നതായിട്ട് കാണിക്കുന്ന അങ്ങനത്തെയൊക്കെ കുട്ടികളുടെ ഈ സയൻസ് ബുക്കിലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നെയിൽസ് കട്ട് ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ പ്രേ ചെയ്യുന്നത്, ദാറ്റ്സ് ഓൾസോ റിലേറ്റഡ് വിത്ത് ഹെൽത്ത് അല്ലെ, ഒരു മെഡിറ്റേഷൻ അല്ലെ. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകുന്ന ഒരു പ്രക്രിയ തന്നെയാണത്. പിന്നെ അതെല്ലാം നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് കാണിക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്, റണ്ണിങ്, വാക്കിംഗ്, സ്വിമ്മിങ്, ഇതെല്ലാം ഫിസിക്കൽ ഫിറ്റ്നസിൽ വരും. യോഗ ഒക്കെ വരും. വെൽനസ് വരുന്നത്, നമ്മൾ വെൽനസിന്റെ കാര്യം പറഞ്ഞു അല്ലെ. നമുക്ക് ഇതെല്ലാം ഉണ്ട്, ഭക്ഷണവും എല്ലാം നമുക്ക് നല്ലപോലെ കിട്ടുന്നു, നമ്മളെ ജോലിയുണ്ട്, ശമ്പളം കിട്ടുന്നു, നമ്മൾ എക്സസൈസ് ചെയ്ത് ബോഡി ഫിറ്റ് ആക്കാൻ നോക്കുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലെപ്പോഴും വഴക്ക് അല്ലെങ്കിൽ ഓഫീസിലെപ്പോഴും പ്രഷർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വെല്ലല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്താ, നമ്മള് നമ്മളുടെ വീട്ടിലുള്ള മെമ്പേഴ്സുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പിക്ചർ നമുക്ക് വെക്കാം. എല്ലാവരുമായിട്ട് ചേർന്ന് വളരെ ഒരു ടൂർ പോകുന്നതോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് മൂവി കാണുന്നതോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പിക്ചർ വയ്ക്കാം. ഓഫീസിലെ കൊളീഗ്സുമായിട്ടുള്ള നല്ലൊരു സമയം, അതിന്റെ പിക്ചേഴ്സ് അത് നമുക്ക് വെൽനസിന് വെക്കാം. ഒരു പിക്ചർ 2 പിക്ചറൊക്കെ ഇനഫ് മതി, കുറേ ഒന്നും കളക്ട് ചെയ്യണ്ട കേട്ടോ. 1 is okay. ഇനി നിങ്ങൾക്ക് 1 അല്ല 2, 3 ഒക്കെ വരയ്ക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ചെയ്തോളൂ, നോ പ്രോബ്ലം. നോട്ട്ബുക്കിലാണോ? അസൈൻമെന്റ് ആണോ ആക്ടിവിറ്റി ആണോ സർ? ഇത് അസൈൻമെന്റ് ആണ്. ഈ ഫോട്ടോ കളക്ട് ചെയ്യാന്നുള്ളത് അസൈൻമെന്റ് തന്നെയാണ്. ഒരു A4 ബുക്ക് വാങ്ങിച്ചിട്ട് അതിലെല്ലാം ചെയ്താൽ മതി. ചാർട്ടിൽ ചെയ്യാം. ചാർട്ട് കീപ്പ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഫ്രഷ് ആയിട്ട് ഇരിക്കില്ല, അത് ഫോൾഡ് ചെയ്ത് ചീത്തയാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആവില്ലേ, സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടല്ലേ. ചാർട്ടിൽ ചെയ്യാം, നോ പ്രോബ്ലം. ഒരു ബുക്കിലായിട്ട് എഴുതിയിരിക്കുന്നു. മിസ് ഓൾറെഡി ഒരു അസൈൻമെന്റ് തന്നിരുന്നില്ലേ? അത് നമ്മളൊരു സെപ്പറേറ്റ് ബുക്ക് വാങ്ങിച്ച് അതിലെ ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ ആ ബുക്കിൽ തന്നെ ബാക്കിയായിട്ട് ചെയ്തോളൂ. ഓക്കെ. സെപ്പറേറ്റ് ബുക്കൊന്നും നിങ്ങൾ അങ്ങനെ വാങ്ങുമൊന്നും വേണ്ട. ടീച്ചർമാര് പറയുന്നത്, കാരണം നിങ്ങൾ ഇമേജ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യല്ലേ, ഒരു ബുക്കിൽ തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വേണമെങ്കിൽ ഓരോ ടീച്ചർമാർ തരുന്നതാണെങ്കിൽ ഒരു ബുക്ക് മാർക്ക് വെച്ചോ, അങ്ങനെ വെച്ചോ, കുഴപ്പമില്ല. പിന്നെ ചാർട്ടിന്റെ കാര്യം, നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും അല്ലെ. നമ്മൾ ഈ അസൈൻമെന്റ് എഴുതുന്ന നോട്ട്ബുക്ക് ഒന്നും വേറെ ആർക്കും കൊടുക്കണ്ട കേട്ടോ. അത് നമുക്ക് റെഫറൻസിനുള്ളതാ, കുട്ടികളുടെ കയ്യിൽ കൊടുക്കാനുള്ളതല്ല. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂളിൽ ആ കുട്ടികളെ ചെയ്യുന്ന ആക്ടിവിറ്റി റിലേറ്റഡ് എന്തെങ്കിലും ഒരു പിക്ചർ ചാർട്ടിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ചാർട്ട് സൂക്ഷിച്ചു വെക്കാൻ ഇച്ചിരി പണിയാണ്. അത് ഫോൾഡ് ആകും, കീറും, മടങ്ങും. അപ്പൊ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന സമയമാകുമ്പോഴേക്കും അത് ഭയങ്കര മുഷിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ എന്താ, വേറൊന്നുമില്ലല്ലോ. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? Yes. Good morning, everyone. I'm Sajna. I'm here to sign out. Today we learned about types of physical fitness and components of physical fitness. Now our first lesson is completed, and Jisha ma'am introduced a book that is the discovery of the child related to Maria Montessori method of teaching. Thank you, Jisha ma'am, for your class. It was very informative to us. I'm grateful to learn from you. And I would like to thank Rachel for prayer, Ashwadi for signing. Special thanks to Asina for presenting the summary of the today's class for our non-Malayali batchmates. And Jisha ma'am also summarized the chapter 1. I hope this explanation were helpful for Kim, Fiona, Shaw, and Bindu ma'am. Thank you all my classmates for participating today, and looking forward to the next session. This is Ajna signing out. Bye. താങ്ക് യു മാം. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. മാം ഇനി വെള്ളിയാഴ്ചയാണോ ഉള്ളത്? അതെ, യെസ്. ഓക്കെ മാം. താങ്ക് യു മാം.